SNDP യോഗം ഓഫീസ് ജപ്തി ചെയ്ത വിഷയത്തിൽ മുന്നണികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് SNDP സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നടത്തിയ വായ്പാ തട്ടിപ്പിന്റെ പേരിലാണ് കൊല്ലത്തെ ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പട്ടിണിപ്പാവങ്ങളായ ഈഴവ സമുദായ അംഗങ്ങൾക്ക് കേവലം 3% പലിശ നിരക്കിൽ നൽകാൻ സർക്കാർ SNDPക്ക് നൽകിയ 15 കോടിയിൽ പരം രൂപയിൽ വൻ വെട്ടിപ്പ് നടത്തി വായ്പ കോർപ്പറേഷന് മടക്കിയടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഈ ജപ്തി. മാത്രമല്ല, ഇതേ തുടർന്ന് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ SNDPയെ കരിമ്പട്ടികയിൽപ്പെടുത്തി. SNDP മുഖാന്തരം തുടർന്ന് നൽകേണ്ടതായ ഈ വായ്പ കഴിഞ്ഞ 8 വർഷമായി ഈഴവ സമുദായക്കാർക്ക് മാത്രം നിഷേധിക്കുകയാണ്. ഇക്കാലയളവിൽ 500 കോടിയിൽ പരം രൂപയും ആനുകൂല്യവുമാണ് ഇതുമൂലം ഈഴവർക്ക് നഷ്ടമായത്. SNDP യോഗത്തിൻ്റെ പേരിലെ ഈ ജപ്തി നടപടി അടിയന്തരമായി പിൻവലിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കുടിശ്ശിക തുക ഈടാക്കുന്നതോടൊപ്പം SNDPയെ കരിമ്പട്ടികയിൽപ്പെടുത്തി വായ്പ നിഷേധിച്ച നടപടി പിൻവലിക്കുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഏപ്രിൽ 3 രാവിലെ കൊല്ലം കളക്ടറേറ്റ് പടിക്കൽ SNDP സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൻ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആ 400 കോടി രൂപയിൽ ഒരു നയാ പൈസ SNDP യോഗത്തിന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഈ പിന്നോക്ക സമുദായത്തിന്റെ അപ്പോസ്തലന്മാരായി നടക്കുന്ന, അവരുടെ വക്താക്കളായി നടക്കുന്ന, ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുന്ന മുന്നണികളോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം മാത്രം കിട്ടിയ 400 കോടി രൂപയിൽ 28% അർഹതയുള്ള SNDP യോഗത്തിലെ അംഗങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പണം കിട്ടിയില്ല? കഴിഞ്ഞ 8 വർഷക്കാലമായി SNDP യോഗം ഇത് കരിമ്പട്ടികയിലാണ്. ഞങ്ങളുടെ കണക്കനുസരിച്ച് 600 കോടിയോളം രൂപ കേവലം 3% പലിശയ്ക്ക് പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് കിട്ടേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ തട്ടിപ്പിനെ തുടർന്ന് ഇല്ലാതായിരിക്കും. അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ, PS. രാജീവ്, MB പരമേശ്വരൻ, പ്രേംചന്ദ്രൻ, അനിൽ ലക്ഷ്മണൻ, ധരണീന്ദ്രൻ, രാജു C. വലിയകാവ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.